ഹായ്, കുഞ്ഞുവാവാസ് വ്ലോഗ് എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് പുട്ടിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. പുട്ടെന്ന് പറഞ്ഞാൽ സാധാ പുട്ടല്ല, ഇടിച്ച പുട്ട് എങ്ങനെ ഉണ്ടാക്കാമെന്ന റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും. ഇതാണ് നമ്മുടെ പച്ചരി. ഇത് 3 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ച പച്ചരിയാണ്. അപ്പോൾ ഇതിപ്പോൾ കഴുകി ഒരു പാത്രത്തിലോട്ട് ഇട്ട് വെച്ചിട്ടുള്ളതാണ്. ഇനി നമുക്ക് ഇത് ഉരലിട്ട് ഇടിച്ച് പുട്ടും തരിപ്പയിലൊന്ന് തരിച്ച് നമുക്കിത് പുട്ടും പൊടിയാക്കാം. ഇനി ആ പുട്ടും പൊടി എടുത്ത് നമുക്ക് പുട്ട് ചുടണം. അപ്പോൾ ഞങ്ങളിവിടെ ഇടിക്കാൻ തുടങ്ങിയിട്ടുള്ളൂ. ഇപ്പോൾ നമ്മൾ ഇടിച്ചു വെച്ച അരി നമുക്ക് പുട്ടും തരിപ്പയിലിട്ടൊന്ന് തരിച്ചെടുക്കണം. ഇനി നമ്മളിത് തരിക്കുകയാണ്. നമ്മളെ പൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇത്രയും ഉഷാറാക്കി എടുത്തത് എൻ്റെ മോനാണ്. അപ്പം മോൾക്ക് നിങ്ങളൊരു സബ്സ്ക്രൈബോ അല്ലെങ്കിൽ ഒരു ലൈക്കോ എന്തെങ്കിലും ഒന്ന് കൊടുക്കണം. അങ്ങനെ നമ്മൾ പുട്ടുപൊടി ഇവിടെ റെഡിയായി. നമുക്കതൊന്ന് വറുത്തെടുക്കണം. അതിന് ഞങ്ങൾ ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതൊന്ന് ചൂടാക്കിയെടുത്തു. ഇനി അതിലേക്ക് പുട്ടുപൊടി ഇടുകയാണ്. പുട്ടുംപൊടി വറുത്തെടുക്കുമ്പോൾ നമ്മൾ ഇളക്കി കൊടുത്ത് പൊടി അടിയിൽ പിടിക്കാതെ വറുത്തെടുക്കുക. പുട്ടുംപൊടിൻ്റെ ചുറ്റോടിറ്റും ആവി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഓഫാക്കിടാം. നമ്മുടെ പുട്ടുംപൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പുട്ടുണ്ടാക്കാം. അതിനുള്ള തേങ്ങയാണിത്. പുട്ടുംപൊടി കുതിർത്തി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പുട്ടും കുറ്റിയിലിട്ട് ആവി കൊള്ളിക്കാം. പുട്ടും കുറ്റിയിൽ ആദ്യം തേങ്ങ ഇടുക, പിന്നെ പൊടി ഇടുക, തേങ്ങ ഇടുക, പൊടി ഇടുക. അങ്ങനെ നമുക്കിത് നിറച്ചെടുക്കണം.
അങ്ങനെ നമ്മൾ പുട്ടും കുറ്റിയിൽ തേങ്ങയും പുട്ടും പൊടി നിറച്ച് നമ്മളിത് ആവിക്ക് വേവിക്കുകയാണ്. നമ്മളെ പുട്ടും കുറ്റിയിൽ പുട്ടിന് ആവി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പുട്ട് ഇവിടെ റെഡിയായി. ഇതാണ് നമ്മളെ ഇടിച്ച പുട്ട്. നല്ല സോഫ്റ്റ് പുട്ടാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. ഇടിക്കാൻ അറിയുന്നവർ ഇടിച്ച് പുട്ടുണ്ടാക്കിയ നല്ല ടേസ്റ്റാണ്. ഇടിക്കാൻ അറിയാത്തവർ ഇടിക്കാൻ പഠിപ്പിച്ചു കൊടുക്കുക മക്കൾക്ക്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.